65 ഇപ്പൊ നേരമൊക്കെ നല്ല വെളുത്ത് വരുന്ന സമയം. ആൽഫ പുറകിൽ കിടന്ന് ഉറങ്ങുന്നു, ഞാനും കുറെ ഉറങ്ങിപ്പോയി. ഇപ്പം പിന്നെ നല്ല റോഡായല്ലേ. ആദ്യം ബ്ലോക്ക് ഉള്ളപ്പം ഒരു ചെറിയ വഴിയും വണ്ടി പോവുകയില്ല, വരണ്ടായിരുന്നു എന്ന് വിചാരിച്ചു ഈ വഴി കൂടെ. പിന്നെ നല്ല രസമാണ്. പിന്നെ കാറ്റാടി മരം കണ്ട് ലൈറ്റും ഫുള്ള് കാറ്റാടി ഏരിയ ഇവിടെ അല്ലേ. അടിപൊളിയാ. പിന്നെ വഴി മുഴുവൻ പെട്രോൾ പമ്പും ഉണ്ട് ഇഷ്ടം പോലെ. അതിനൊന്നും വഴിയാണ് യാത്ര ചെയ്യാനും. പകലാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രസമായിരിക്കും കാണാൻ. രാത്രിയായിട്ട് ഇത്രയും ഭംഗിയാണെങ്കിൽ പകലും എല്ലാ കാഴ്ചകളെല്ലാം കണ്ടുവരാൻ നല്ല രസമായിരിക്കും. ഒന്നുമില്ലായിരുന്നു, നല്ല യാത്രയായിരുന്നു. കുണ്ടും കുഴിയോ അങ്ങനെയൊന്നുമില്ല, നല്ല പരന്ന് കിടക്കുന്ന വഴി, കാണാനും ഭംഗി. നമ്മളെയൊന്നും കാണൂല ഇരുട്ടത്ത്. ആദ്യത്തെ ബാക്കിൽ കിടന്ന് നല്ല ഉറക്കം, അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ നമ്മള് പോകുന്ന വഴി മുഴുവൻ ഈ കാറ്റാടീന്റെ ഇതാണ് കേട്ടോ. ലോറിയില് ആ വണ്ടി ഇങ്ങനെ സൈഡിൽ കൂടെ വെച്ചിട്ടുണ്ട്. നേരം വെളുത്ത് വന്നുണ്ടോ. അപ്പം ഈ വഴിയിൽ കൂടെ പോകാൻ പല പല നാട്ടിലെ പല എന്താ കൃഷിയാ, മൊത്തം കൃഷിയാ. തക്കാളിയാ പഴുത്ത് പഴുത്ത് നിൽക്കുന്നുണ്ട്. ഇച്ചിരി നേരം വെളുത്തേ എന്തൊക്കെയോ കാണാം. ലോറിയിൽ കൊണ്ടുപോകും അറിയില്ല എന്ത് സംഭവം അറിഞ്ഞൂടാ. വലിയ എന്തോ പൈപ്പ് പോലത്തെ സാധനം. മറ്റേ ജപ്പാൻ കുടിവെള്ള പദ്ധതി പോയിട്ടല്ലേ, അങ്ങനത്തെ എന്തോ സംഭവം. രസം റോഡിൽ കൂടി യാത്ര ചെയ്യാൻ ഒരു ബോറും അടിച്ചില്ല. എനിക്ക് നമ്മുടെ നാട്ടിലോട്ട് പോകാൻ ഇഷ്ടമേ ഇല്ല. റോഡ് നല്ല വഴിയാ, ഇങ്ങോട്ട് വന്നപ്പോ മാത്രം ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് വന്നപ്പോ ബമ്പുകള്, റോഡ് കട്ടിങ് ബമ്പ് വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ചല്ലേ പണി കിട്ടും, അത് കാണൂല. പരിചയമില്ലാത്തതാണോ, ആദ്യമായിട്ടല്ലേ ഈ റോഡ് വരുന്നത്, അല്ലെങ്കിൽ അറിയാലോ അല്ലേ. ഈ സൈഡ് മുഴുവൻ നല്ല കടലാസ് ചെടികളാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വീഡിയോ ഓൺ ആക്കുമ്പം സ്ഥലം കഴിഞ്ഞു, പിന്നെ ശൂന്യമായി പോയിട്ട്. അപ്പൊ ഇന്ന് നമ്മളുടെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വണ്ടിയിൽ തന്നെയാണ്, യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ഇടാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. സപ്പോർട്ട് തരണം. നിങ്ങളുടെ യാത്രയിൽ നിങ്ങളും ഉണ്ടാവണം. അപ്പോൾ രാവിലെ നമ്മൾ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല കാഴ്ചകൾ ഉണ്ടെങ്കിൽ കാണിക്കാവുന്നതാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മളൊന്നും നിർത്തിയിട്ടില്ല. എവിടെയെങ്കിലും നല്ല കടയെങ്ങാനും കാണുവാണെങ്കിൽ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ യാത്ര തുടരാമെന്ന് വിചാരിച്ചിട്ടിരിക്കും. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല ഭക്ഷണം നമുക്ക് കിട്ടണമെന്നില്ല. എന്താ പറയുക, ഇപ്പം നമ്മൾ കർണാടകത്തിൽ തന്നെയാണല്ലോ, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ആവും. നമ്മൾ പോവാണ്. ഇനി നമ്മൾ ഇപ്പം എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് ഇനി എത്ര കിലോമീറ്റർ? 247 കിലോമീറ്റർ ഉണ്ട്. സോളാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 247 കിലോമീറ്റർ. 10:30 എത്തുമെന്നാണ് കാണിക്കുന്നത്. അറിയില്ല ബ്ലോക്ക് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന്. അപ്പോൾ വഴിയിൽ കണ്ടോ ഈ സാധനം ഇഷ്ടംപോലെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇതൊരെണ്ണം വഴിയിൽ കുടുങ്ങിപ്പോയാൽ സങ്കടം വരും നമുക്ക് തന്നെ. അവരെങ്ങനെയാണ് ഇത് ഓടിച്ച് പോകുന്നതെന്ന് ഓർക്കുമ്പോൾ ബ്ലോക്ക് പോവാം. അത് അർദ്ധരാത്രിയിലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. പോകുന്ന വഴികളും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, നല്ല യാത്രയായിരുന്നു. കുറച്ച് ഉറങ്ങിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇതുണ്ട് പൂക്കള് ഇഷ്ടം പോലെ ഉണ്ട്. എന്ത് രസമാണെന്ന് പറയാ, പോകാനില്ല എന്ത് ഭംഗിയൊന്നുണ്ടോ. ഞാനത് ചിലപ്പോൾ വീഡിയോ എടുത്ത് വെക്കുമ്പോഴായിരിക്കും ഇങ്ങനെ കാണുക, പാസ് ചെയ്ത് പോകുമ്പോൾ. പിന്നെ എടുക്കാം, അപ്പം എടുത്ത് കഴിയുമ്പോഴത്തേക്കും കഴിഞ്ഞു പോകും. കുറേ ഉണ്ട്, എന്ത് ഭംഗിയാ അറിയാം കാണാൻ. ആ സൈഡും ഓറഞ്ചും അങ്ങനത്തെ കളറൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ പിങ്ക് മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് അത് തന്നെയാണ് പൂക്കളുടെ മേളയാണ്. ഇത് എന്താ പറയുക, ഒരു നഴ്സറിയിൽ പോകുന്നതിനേക്കാളും കൂടുതലുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ എന്ത് രസമെന്ന് പറയാ കാണാൻ. കൃഷിയേരി എത്തി. ഇനിയില്ല, പൂക്കളെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വരും. എന്താ അറിയില്ല. നമ്മുടെ വണ്ടിയുടെ മുന്നിൽ കണ്ടോ കാറ്റാടിൻ്റെ ഇത്. കാറ്റാടി തന്നെയാണോ ഇത്, എനിക്കറിയാം.
ഇവിടെ വലിയതാണ്, നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ കാറ്റാടി ഈ സൈഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. രാത്രിയാണ് ഇത് കാണാൻ ഭംഗി. അതിൻ്റെ ആ ലൈറ്റ് കാണാൻ നല്ല രസമാണ്. മിന്നി മിന്നി ഇരിക്കും, റെഡ് കളറ്. രാത്രിയിൽ വെട്ടമൊന്നും ഇല്ലാത്ത സമയത്ത്. ഇപ്പോൾ ഈ സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ചെറിയതാണത്, പക്ഷെ അത് കൊണ്ടുപോകുന്ന വലിയ അതിൻ്റെ ആ ഇതാണ്. എന്തോ മഴക്കാറ് പോലെ ഉണ്ടല്ലേ. അയ്യോ, ഇവിടെ എന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നേ പറഞ്ഞു. ഭയങ്കര തണുപ്പ്, ചൂട്. ഒരാൾ ബാക്കിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങട്ടെ. നേരെ ഉറങ്ങുന്നതാണ്. അവൾക്ക് പ്രശ്നമാണ് എന്നറിയാം. ഗ്ലാസ് തുറന്നിടണം. AC ഇട്ടാൽ ഛർദ്ദിക്കും. AC പറ്റൂല. ഉറങ്ങുന്നതാണ് അല്ലേ. നമ്മള് മഹാരാഷ്ട്രയിലോട്ട് എത്താൻ പോവാ. ബോർഡർ ഇപ്പൊ തന്നെ കിടക്കും. അടിപൊളി പൂ കണ്ടിട്ടാണ്. റോഡിന്റെ സൈഡിലെ പൂക്കൾ കണ്ടിട്ട് എന്നാ രസം. ഇവരുണ്ട് വളം ഇനി ചേർക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. നമ്മളൊന്ന് ഉണ്ടാക്കാം, ചട്ടിയിൽ വെച്ച് എത്ര പരിപാലിച്ചാലും ഇങ്ങനെ ഒന്നും ആവില്ല. ഇത് വെറുതെ ഇവിടെ പിന്നെ സൈഡ് മൊത്തം പെട്രോൾ പമ്പേ ഉള്ളൂ. ഒരു കട കാണണല്ലോ. ഒരു വെള്ളം കുടിച്ചിട്ടില്ല. സമയം 9 മണി കഴിഞ്ഞു. ഒരു തുള്ളി വെള്ളം കിട്ടിയില്ല കേട്ടോ. റോഡും കാര്യങ്ങളെല്ലാം നല്ലതാണ്, പക്ഷേ ഒരു ഹോട്ടൽ എന്ന് പറയുന്നില്ല. വേറെ ഏത് നാട്ടിൽ പോയാലും ഇഷ്ടം പോലെ ഹോട്ടൽ കാണാൻ പറ്റും. ഇവിടെ ഇല്ല. അങ്ങനെ നമ്മൾ കർണാടകത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലോട്ട് കയറി കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ കർണാടകം വിട്ടത്. ആദ്യമായിട്ടാണ് നമ്മൾ കർണാടകയും തമിഴ്നാടും കേരളവും അല്ലാത്ത വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഡൽഹിയിലും കാശ്മീരിലും പോകാൻ വേണ്ടി നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പേടിയും ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. കാരണം ഫുഡിൻ്റെ കാര്യം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. നമുക്ക് റൂം ഇതൊക്കെ നമ്മൾ നോക്കണമല്ലോ. അപ്പം നമ്മൾ തലേദിവസം രാത്രിയാണ് പുറപ്പെട്ടത്. ഇപ്പം രാവിലെയായി. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. എവിടെയും സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇനിയുള്ള ലക്ഷ്യം എന്തെങ്കിലും കഴിക്കണം എന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇതുവരെയും കഴിച്ചിട്ടില്ല. ഞങ്ങൾ ഓർത്ത് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കുന്നു. പക്ഷേ അങ്ങനെ ഫുഡിൻ്റെ ഇതൊന്നും നമ്മൾ കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും പരിപാടികളൊക്കെയാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കുന്നത്. ആദ്യമായിട്ടാണല്ലോ നമ്മൾ പോകുന്നതും. അപ്പോൾ റോഡ് മുഴുവനുമില്ലേ നമ്മുടെ ബോഗൺവില്ലയാണ്. പൂത്തൊലഞ്ഞ് നിൽക്കുകയെന്ന് പറയുക, അത് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ നിറഞ്ഞിരിക്കും. കണ്ണെത്ത ദൂരത്തെന്ന് പറഞ്ഞ പോലെ നമ്മൾ പോകുന്ന വഴി മുഴുവൻ. പിന്നെ ഒരു തടാകവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല രസമായിരുന്നു ആ തടാകമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ കാണാത്തവർക്കും കൂടെ കാണാമല്ലോ എന്നുള്ള ഉദ്ദേശത്തോടെ കേട്ടോ ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് അറിയില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ സ്ഥലങ്ങളും റോഡൊക്കെ കാണിക്കുമ്പോൾ. ഇപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ റോഡ് വഴി പോകണമെങ്കിൽ, വണ്ടി കൊണ്ട് പോകണമെങ്കിൽ ഉള്ള ഇതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ഇത് കണ്ടോ, കടലാസ് പൂക്കൾ മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയില്ല, ഇങ്ങനെ കാട് പിടിച്ച പോലെ പോട്ടോ. ഇല കാണാനില്ലേ, അത് കണ്ട് കുറേ വീഡിയോ എടുത്ത് പിന്നെ വിചാരിക്കും വേണ്ട, അതിന് പൂക്കൾ കാണുമ്പോൾ പിന്നെ എടുക്കാൻ തോന്നും. അത്രയ്ക്കും നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ല ഇങ്ങനെ കാണുമ്പം. പോകുന്ന വഴിയാണെങ്കിലും നമുക്കത്ര ബോറൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ സാധാരണ പോകുമ്പോൾ നമുക്ക് ബോറടിക്കില്ലേ. പക്ഷേ ചേട്ടായി മടുപ്പൊന്നുമില്ല. യാത്ര ചെയ്യാനാണെങ്കിലും വണ്ടി ഓടിക്കാനാണെങ്കിലും അത്ര ക്ഷീണമൊന്നും വന്നിട്ടില്ല. പക്ഷേ നല്ല റോഡാണ്. ഒന്നാമത്തെ കാര്യം അതാട്ടോ, അടിപൊളി റോഡ്. ഇപ്പോൾ ബോറൊന്നും ആവില്ല. അങ്ങനെ നമ്മൾ കുറേ പോയപ്പം ഞാനൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു കേട്ടോ. നല്ല അടിപൊളി ഹോട്ടലാണ്. അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി. അപ്പം കണ്ടോ, അവിടെയും ഇത് തന്നെ റോഡ് സൈഡ് മൊത്തം കടലാസ് പൂക്കളും
ഒരു നല്ല വാഷ്റൂം പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇത്രയും നേരം സഞ്ചരിച്ചിട്ട്. അപ്പോൾ ഈ ഹോട്ടൽ കണ്ടപ്പോൾ സന്തോഷമായി. നല്ല എന്താ പറയുക, നമുക്ക് വാഷ്റൂം ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ പുറത്തായിരുന്നത്, നല്ല രസമാണ് കേട്ടോ. നമുക്ക് ഫുഡൊന്നും അവിടുത്തെ പറ്റില്ല എങ്കിലും കഴിച്ച ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അതിനിടയ്ക്ക് അവിടെ ഒന്നും ലൈം ജ്യൂസ് കിട്ടില്ല കേട്ടോ. അത് ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ലൈം സോഡയുണ്ട്, ലൈം ജ്യൂസ് ഇല്ലയെന്ന്. അപ്പോൾ ആൽഫയ്ക്ക് ലൈം ജ്യൂസ് മേടിച്ചു കൊടുത്താണ്. ഇല്ല ലൈം സോഡയാണ് ഉപ്പിട്ട്, അവൾ പഞ്ചസാര ഇട്ട് കഴിക്കാറില്ല. അപ്പോൾ ഒരു ലൈം ജ്യൂസ് ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചേട്ടായി ചോറാണ് കേട്ടോ. ചോറെന്ന് നമ്മളിവിടെ ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. മീൽസ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ പ്ലെയിൻ റൈസ് എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പ്ലെയിൻ റൈസും പിന്നെ എന്താ ഒരു പരിപ്പ് കറി. പുള്ളി എന്താണ് പരിപ്പിൻ്റെ കൂടെ വേണ്ടതെന്ന് വെച്ചാൽ ദാല് എന്തൊക്കെയോ ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ആകെ എനിക്കറിയുന്ന പാലക്കല്ലേ, ഞാൻ പറഞ്ഞ പാലക്കെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി തന്നെ ഇങ്ങനെ ഞെട്ടി നിൽക്കുക. കാരണം ഒരു ബക്കറ്റ് കറി ഉണ്ടായിരുന്നു, അതും ഒരു ദാൽ പാലക്ക്. പുള്ളി തന്നെ ഞെട്ടി. ഞങ്ങൾ ഓർഡർ ചെയ്ത് ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ട്. കാരണം ഒരെണ്ണം മേടിച്ചാൽ മതിയായിരുന്നു. അത് ഞങ്ങൾക്ക് അത്രയും അങ്ങോട്ട് കത്തിയില്ല കേട്ടോ. പുള്ളിക്ക് ഞങ്ങൾ 3 പേരും 3 ഓർഡർ ചെയ്തപ്പോൾ അവർ തന്നെ ഞെട്ടിപ്പോയി. കാരണം അത്രയും ഉണ്ട്. ഒരെണ്ണം മേടിച്ചാൽ 3 പേര് 4 പേര് കഴിച്ചാലും തരൂല കേട്ടോ. അപ്പോൾ ആൽഫ വെജ് ഫ്രൈഡ് റൈസ്, വെജ് കട കേട്ടോ. അങ്ങോട്ടുള്ള ആ സ്ഥലം മുഴുവൻ വെജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ മേടിച്ചത് നൂഡിൽസ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കടയിൽ പോയിട്ട് നൂഡിൽസിന് ഓർഡർ കൊടുക്കുന്നത്. ഹക്ക നൂഡിൽസ് ഇല്ലേ, അതായിരുന്നു കേട്ടോ. ഹക്കയാണോ അറിയില്ല, ഹക്ക അങ്ങനെ എന്തോ നമ്മൾ മേടിക്കാറുണ്ട് മെട്രോന്നൊക്കെ. വലിയ നൂഡിൽസ്, തടിയൻ നൂഡിൽസ് കേട്ടോ. അപ്പം ഞാനും ചേട്ടായും അത് കുറച്ച് കഴിച്ചു. ഞാൻ എൻ്റെ ഫുള്ള് കഴിച്ചു കേട്ടോ. ചേട്ടായിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. വയറൊരു കംപ്ലൈൻറ്റും ഇല്ല, അതെടുത്ത് പറയാം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ചില സ്ഥലത്ത് നമുക്ക് ഫുഡ് കഴിച്ചാൽ ഉറക്കം വരും, ക്ഷീണമാവും, എന്തെങ്കിലുമൊക്കെ വായൊക്കെ ഉണങ്ങും. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഫുഡ് ആദ്യമായിട്ട് ഫുള്ള് പൂർത്തീകരിച്ച് കഴിച്ചിട്ട് ചേട്ടാൻ്റെ ബാക്കി റൈസും കഴിച്ചു. ആൽഫയുടെ കുറച്ച് ഫ്രൈഡ് റൈസും കഴിച്ചു. അത്രയും ഞാൻ ഫുഡ് അടിച്ചു കേട്ടോ. ഒരു ബക്കറ്റ് കറി വന്നപ്പം കണ്ണ് തള്ളിപ്പോയി. അച്ചാറും അടിപൊളിയായിരുന്നു കേട്ടോ. കറി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, പച്ച കളറ് കറി. തൊട്ട് നോക്കിയത് ചേട്ടായിക്ക് മതിയായി. കാരണം 170 രൂപേൻ്റെ കറിയാണ്. ഏറ്റവും കൂടുതൽ പൈസ വന്ന ആ കറിക്കാണ്. അവർ തന്നെ അന്തം വിട്ടിരിക്കുന്നൊരവസ്ഥയായിരുന്നു. ഞാൻ വിചാരിച്ച ഇച്ചിരി കറിയല്ലേ ഉണ്ടാവുള്ളൂ, ഒരു ബക്കറ്റ് കറിയൊക്കെ നമുക്ക് കുളിക്കാൻ പോകണം. ആ ബക്കറ്റിലിരുന്ന് നമുക്കാണ് കുളിക്കാം, അത്രയും ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനോ, മേടിച്ചു പോയില്ലേ. അപ്പോൾ ഞങ്ങളവിടെ വാഷ്റൂമിലൊക്കെ പോയി കുറേ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ എടുത്ത്. നല്ല രസമായിരുന്നു, നല്ല തണുപ്പും. എന്താ പറയുക, അവിടെ ആ ചേട്ടൻ അവിടുത്തെ സെക്യൂരിറ്റി ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. ചേട്ടായി കാറിനും കൂടെ വെള്ളം ഒഴിപ്പിച്ചെന്ന് തോന്നുന്നു. അത്രയും രസമാണ് കേട്ടോ അവിടുത്തെ കടയും, അതായത് ഹോട്ടലും പരിസരവും. വൈകുന്നേരമാണോ ഇവിടെ അടിപൊളിയായിട്ട് ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ആൽഫേനെ കുറേ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ഫോട്ടോ എടുത്ത കേട്ടോ. നല്ല എന്താ പറയുക, എന്തായാലും ഒരു വലിയൊരു അനുഗ്രഹമാണ് അവിടുന്ന് ഫുഡ് കിട്ടിയത്. അപ്പം ഞാൻ വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്നത് സ്വസ്ഥമായി, നമുക്ക് എന്താ പറയുക, സമാധാനത്തോടെ പോകാൻ പറ്റിയൊരു ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത വീഡിയോയിലാട്ടോ. അപ്പോൾ എല്ലാവരും കാണണേ.